നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടാ, ഞാൻ പറഞ്ഞ നീ കേട്ടായിരുന്നോന്ന്? അമ്മ ഓരോ കാര്യം തന്നെ ഞാൻ കേട്ടോണ്ടിരിക്കുന്നേ. സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനെങ്കിലും എന്റെ അമ്മ ഒന്ന് സമ്മതിക്കുവോ? ആഹാ, അപ്പൊ എന്റെ 30 പോകാൻ പോയതില് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അമ്മേ, അമ്മ അടക്കമുള്ളവരിടുന്ന് ഹോസ്പിറ്റലിലോട്ട് പോയപ്പോ ശരീരം മൊത്തം വെളിച്ചെണ്ണയും പുരട്ടി. അടിവസ്ത്രവും മാത്രമായിട്ട് മോഷ്ടിക്കാൻ വന്നിട്ടില്ല ഞാനിവിടെ, കേട്ടാ. ഒരു മോഷണം നടന്നു, അതിന്റെ പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുമുണ്ട്. അത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂന്ന്. അല്ലെങ്കിൽ അമ്മയെ പോലെ നെഞ്ചത്തടിച്ചോണ്ട് ഞാൻ ഈ വരാന്തേ കൂടെ നടക്കാം. എന്താ നിന്റെ ഭാര്യ ചെയ്ത കന്നത്തിരിവിനെ ന്യായീകരിക്കണോ രാജീവനി? എന്റെ ഭാര്യ എന്ത് കന്നന്തിരിവ് കാണിച്ചെന്നാ? വീട് പൂട്ടാതെ ഇറങ്ങിയതാണോ? അത് എന്റെ അമ്മയുടെ ജീവനെ കരുതിയുള്ള ആശങ്ക കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ലോകവിവരവും ഒക്കെ എനിക്കും ഉണ്ട്, കേട്ടാ. ഇനിയിപ്പോ അതൊരു കുറ്റമാണെങ്കിൽ ആ കുറ്റത്തില് എന്റെ അമ്മ അവന് ഒരേപോലെ പങ്കാളികളാ. നിങ്ങൾക്കും കൂട്ടായിരുന്നല്ലോ വാതിലൊക്കെ. എന്റെ ഭാര്യ എന്നെ അതൊക്കെ ചെയ്യണമെന്നും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? 30 പവൻ പോയെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഞാനോ ഇവളോ ചാവുമ്പോ അത് കെട്ടിപ്പൊതിഞ്ഞോണ്ട് മുകളിലോട്ട് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ചോദിക്കും കൃഷ്ണൻകുട്ടി ചേട്ടാ. വിജയേ, ഇത്രയും നേരം നീയല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇനി ഞാൻ സംസാരിക്കാം. 30 അല്ല, 1 പവൻ സമ്പാദിച്ചു വെക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയാ. നിനക്കും നിന്റെ ഭാര്യയ്ക്കും. അത് പോലീസ് കണ്ടുപിടിച്ച് തരുന്നെങ്കിൽ തരട്ടെ. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പോട്ടേന്ന് വെക്കേ. പക്ഷേ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അങ്ങനെ സംഭവിച്ചാ ഇവനോ എന്റെ പെണ്ണുപിള്ളക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും കൃഷ്ണൻകുട്ടി ചേട്ടാ. എന്നാ പിന്നെ നീ സംസാരിക്കും. ഞാൻ സംസാരിക്കും. എനിക്ക് സംസാരിക്കാൻ അവകാശമുള്ളൂ. എന്റെ ജീവൻ വെച്ചല്ലേ ഇവള് കളിച്ചത്. ആ ഡോക്ടർ വെച്ച് പറഞ്ഞ എന്താ? ഭാഗ്യത്തിന് ആ ജീവൻ തിരിച്ചു കിട്ടിയെന്നല്ലേ. ഇവനെ ഞാൻ എത്ര ക്ലാസ് പഠിപ്പിച്ചതാ. എന്നിട്ട് ഒരു ഗുളികയുടെ പേര് വായിക്കാൻ അറിയാത്തവളെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു. ആ ഡോക്ടർ ഉച്ചിനെ കെട്ടിയാ മതിയെന്ന് തലപ്പല്ലി ചിലക്കുന്നത് പോലെ പറഞ്ഞോണ്ടിരുന്നതല്ലേ ഞാൻ. 8 ഗുസ്തിയായിട്ട് നടക്കുന്നവള് കാരണം എന്റെ ജീവൻ പോവില്ലായിരുന്നോ? ഈ അമ്മയ്ക്ക് ഇതെന്തോ പ്രശ്നം? ഞാൻ പറയൂടാ, പറയും. ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചൊരു പെണ്ണിനെ നീ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഗതി വരുമായിരുന്നോ? എന്റെ ഹൃദയത്തിന് എന്തെങ്കിലും കേടുപാടുണ്ടായോ ആവോ എന്റെ ദേവി. വിജയേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഹാ, മേഡം എണീറ്റോ? നേരെ ഒരുപാടായി സച്ചേട്ടാ. 9 മണിയായി. അയ്യോ, താൻ എണീക്കണ്ട, കിടന്നോ. ഏയ്, ഇനി കിടന്നാലും എനിക്ക് ഓർക്കൊന്നും വരില്ല. എങ്കിലേ താൻ ആ ചായ എടുത്തു കുടിക്കേ. അർച്ചന, അല്ലെങ്കിൽ വേണ്ട. താൻ ഇവിടെ ഇരിക്കേ. എന്നും താനല്ലേ എനിക്ക് എടുത്തു തരുന്നേ. ഇന്നേ ഞാൻ എടുത്തു തരാം. താങ്ക് യു സച്ചേട്ടൻ. സച്ചേട്ടൻ ചായ കുടിച്ചായിരുന്നോ? ഞാൻ എപ്പോഴേ കുടിച്ചു.
സോറി സച്ചേട്ടാ, ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ടാ. അതൊന്നും സാരമില്ലെന്നേ. അല്ലെങ്കിൽ ഞാനിന്ന് ലീവ് എടുത്താലോ? എന്തിന്? തനിക്ക് വയ്യാതിരിക്കല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സച്ചേട്ടൻ പോയിക്കോ. താനെന്താടോ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇന്നലെ ഞാൻ കാരണം സച്ചേട്ടന്റെ ഉറക്കം പോയല്ലേ? അത് സാരമില്ലടോ. കഴിഞ്ഞ 6-7 മാസം തനിക്കിതുപോലെ പെയിൻ വന്നപ്പോ ഞാൻ അറിഞ്ഞു പോലും ഇല്ലല്ലോ. ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആരോടും പറയാനാവാതെ താൻ വേദന സഹിക്കുമ്പോ ഒന്നും അറിയാതെ ഞാൻ അപ്പുറത്ത് ഉറങ്ങായിരുന്നില്ലേ? ഇനി എന്താ ആലോചന? എനിക്ക് കിട്ടിയ ഈ ഭാഗ്യത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നു. പിന്നെ സച്ചേട്ടൻ സ്നേഹിച്ച ആ പെൺകുട്ടിയെക്കുറിച്ചും. എത്ര വലിയൊരു ജീവിത ആ കുട്ടി കൈവിട്ട് കളഞ്ഞത്. അതിലൊന്നും കാര്യമില്ലടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അവക്ക് എന്നെക്കാൾ നല്ലൊരു ഭർത്താവിനെയാവും ചിലപ്പോൾ കിട്ടുക. ഏത് തരത്തിൽ നോക്കിയാലും അത് നടക്കാത്തത് നന്നായി. അല്ലെങ്കിൽ എനിക്ക് ഇതുപോലൊരു ഭാഗ്യം കിട്ടില്ലായിരുന്നല്ലോ. അതിപ്പോ എനിക്കും തോന്നുന്നുണ്ട്. അതല്ലേ ഞാൻ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നേ. മുമ്പായിരുന്നെങ്കിൽ അവളുടെ കാര്യം പറയുമ്പോ തന്നെ കരഞ്ഞു തുടങ്ങും. പിന്നെ കരഞ്ഞലമ്പായി എന്തെല്ലാം. ഇപ്പൊ എന്താ വിഷമൊന്നും ഇല്ലാത്ത? ആ വിഷമം ദേ ഈ ഇരിക്കുന്ന സ്നേഹം കവർ ചെയ്ത് പോകുന്നുണ്ട്. ഈ സ്നേഹത്തിനിടയ്ക്ക് എപ്പോഴാ സങ്കടങ്ങൾ ഓർക്കാൻ സമയം? ചായ ബാക്കിയുണ്ട്, കുടിച്ചേ. എനിക്ക് മതി. താനിങ്ങനെ ചത്തു കുത്തിയിരിക്കാതെ എണീറ്റേ. ഒരുമാതിരി നിത്യരോഗികളെ പോലെ. എഴുന്നേറ്റെ, എഴുന്നേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞങ്ങൾ ഇവിടെ പലതും ചെയ്യും. ഇത് വല്ലതും മഹിയേട്ടനോട് പറഞ്ഞ അപ്പുറത്തെ ഒരു കുഴിയെടുത്ത് നിന്നെ അതിൽ മൂടും. കേസ് അടുത്ത മാസത്തേക്ക് നീട്ടിവെച്ചിട്ടുണ്ട്. മാളുവിനെ ചിലപ്പോ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. മാളുവിനെ കോടതിയിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. എടാ, അവരാവശ്യപ്പെട്ടാൽ നമുക്ക് ഹാജരാക്കാതിരിക്കാൻ പറ്റില്ല മഹി. കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടി വന്നാ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതൊന്നും നടക്കില്ല ഇന്ദിര. എന്റെ മോളെ കോടതി കേസ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കാൻ എനിക്കിഷ്ടമല്ല. അവളൊരു കുഞ്ഞ്. ഇത്തരം കാര്യങ്ങളൊന്നും അറിയാനോ മനസ്സിലാക്കാനുള്ള വിവേകമൊന്നും അവൾക്കായിട്ടില്ല. നീ ടെൻഷൻ ആവാതെ. കാര്യങ്ങൾ നിന്നോട് ഓപ്പണായി പറഞ്ഞെന്നേ ഉള്ളൂ. മാളുവിനെ കോടതി വരെ എത്തിക്കാതിരിക്കാനല്ലേ ഞാൻ ശ്രമിക്കൂ. അറിയാം ഇന്ദിര, നീ എന്തെങ്കിലും ഒരു വഴി കാണണം. ഈ ചെറുപ്രായത്തിലെ ഏറ്റവും വലിയ വേദന അവൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി മറ്റൊന്നിന്റെ പേരിലും അവളെ ബുദ്ധിമുട്ടിക്കാനോ വേദനിപ്പിക്കാനോ എനിക്ക് പറ്റില്ല. അത് നീ വിട്. ആ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്തായി കാര്യങ്ങൾ? ഗംഗയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അതൊന്നും പറയാത്തതാ ഭേദം. ഒരു വലിയ അപകടത്തിൽ നിന്നല്ലേ അവള് രക്ഷപ്പെട്ടത്. അതെ, എന്തോ ഭാഗ്യം കൊണ്ട് തന്നെയാ അത് ചെറിയ രീതിയിൽ തട്ടിമാറിപ്പോയത്. വണ്ടിക്കകത്ത് വെച്ച് തീ പിടിക്കാന്ന് വെച്ചാ അത്ര നിസാര കാര്യമാണോ? എല്ലാം അവളുടെ ശ്രീമഹേശ്വരന്റെ അനുഗ്രഹം തന്നെയാ. പക്ഷേ എനിക്ക് ആ കാര്യത്തിലും നകുലിന് സംശയമുണ്ട്. മൊത്തത്തിലുള്ള അവന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ഒരു കല്ലുകടിക്കുന്നുണ്ട്. അത് ശരിയാ. പക്ഷേ അവനാണ് ഗംഗയെ രക്ഷിച്ചെന്നല്ലേ നീ പറഞ്ഞത്? അതെ, അതിൽ അവന് പൊള്ളലും പറ്റിയിട്ടുണ്ട്.
ഒന്നുകിൽ അവനൊരു പാവാണ്, നല്ല മനുഷ്യൻ, അതല്ലെങ്കിൽ പഠിച്ച കള്ളൻ. ഒന്നിനും ഒരു ഉറപ്പുമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും. അതെ, പക്ഷേ അവൻ ഗംഗയെ തന്നെ ലക്ഷ്യം വെച്ചതിന്റെ കാര്യമാണ് അറിയേണ്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗംഗയ്ക്ക് നിന്റെ വീട്ടിൽ മാത്രമേ ശത്രുക്കളുള്ളൂ. അങ്ങനെയായാൽ ഈ നകുലിന്റെ പിന്നിലും അവരാരെങ്കിലും ആയിരിക്കുമോ? നീ പറഞ്ഞോക്ക് ശരിയാ. പക്ഷേ നമ്മൾ കരുതും പോലെ ബോംബെക്കാരുമായിട്ട് അവന് ബന്ധമുണ്ടെങ്കിൽ അവനൊരു ലോക്കൽ ഗുണ്ടായിസം സെറ്റപ്പ് ആവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങും പ്രായമായ ഒരു മുത്തശ്ശി മാത്രമുള്ള അനാഥ പെൺകുട്ടിയാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ടല്ലോ. അതിൽപ്പെട്ടതാണെങ്കിലോ ഈ നകുല്. നീ പറഞ്ഞതിലും സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൈലാസവുമായിട്ട് ബന്ധമുണ്ടെന്നറിഞ്ഞപ്പോ അവൻ പിന്മാറിയേനെ, ഇല്ലേ? അതും ശരിയാ. ഇപ്പോഴും പിടികിട്ടാത്തൊരു വ്യക്തിത്വം തന്നെയാ നകുല്. ഒരുപക്ഷെ അവൻ അവന്റെ കഥയിലെ പോലെ നല്ലവനുമാകാം. തെറ്റുപറ്റാത്ത ആളുകളില്ലല്ലോ. പറ്റിയ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് നല്ലൊരു ജീവിതം ആഗ്രഹിച്ച് നടക്കുന്നവനാവാനും വഴിയുണ്ടല്ലോ. ഏതായാലും അവന്റെ പിന്നിലെ സത്യം കണ്ടെത്തിയേ മതിയാവൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീമഹേശ്വരന്റെ അനുഗ്രഹം വാങ്ങിക്കാനാ ഞാൻ കൊണ്ടുപോകാൻ തുടങ്ങിയത്. അത് അച്ഛന്റെ കൂടെ പോയിട്ട് വന്നിട്ടും ചെയ്യാലോ. ഞാനും അതിന് തന്നെയാ കൊണ്ടുപോകാൻ തുടങ്ങിയത്. എങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. രണ്ടാളും പഴയ പോലെ എന്റെ കൈ പിടിച്ചേ. എന്തിനാ മാളു? നിങ്ങളെ രണ്ടുപേരുടെ ആഗ്രഹം പോലെ ശ്രീ മഹേശ്വരന്റെ മുൻപിൽ പോയി പ്രാർത്ഥിക്കാൻ. വാ. മാളു ആദ്യമായിട്ട് മത്സരത്തിന് പോകുന്നതല്ലേ? ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിക്കും മോളെ. ശരി ഗംഗേ. പ്രാർത്ഥിച്ചു മോളെ. എന്നും എന്റെ മോൾക്ക് ഈ സന്തോഷം നിലനിർത്തി കൊടുക്കണേ ഭഗവാനെ. എന്റെ മാളുവിന് നന്നായി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ നീ സഹായിക്കണേ ശ്രീ മഹേശ്വര. എന്റെ മാളുവിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടത്തി കൊടുക്കണേ. ശ്രീ മഹേശ്വര, എനിക്കൊപ്പം എന്നും ഇതുപോലെ എന്റെ അച്ഛനും ഗംഗയും ഉണ്ടാകണേ. ഇത്തിരി ഇല്ലാത്ത ഈ കൊച്ച് ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ഇവരെന്തിനാ ഇത്ര ഷോ കാണിക്കുന്നത്? ഗംഗയുടെ കാര്യം പോട്ടെ, ഈ മഹിയേട്ടനും ഇവരില്ലാതായോ? പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചോ മാളു? എന്റെ ആഗ്രഹം ഞാൻ ശ്രീ മഹേശ്വരനോട് പറഞ്ഞിട്ടുണ്ട്. ആണോ? എങ്കിൽ വാ, ഒരു കാര്യം കൂടിയുണ്ട്. എങ്ങോട്ടാ ഗംഗേ? അതൊക്കെ ഉണ്ട്. മാളു വാ. എന്നോടെങ്ങനെ പറയുകേ? ഇനി ആരുടെ അനുഗ്രഹമാണ് ഞാൻ വാങ്ങേണ്ടത്? അതെന്താ, ഗംഗ വിളിച്ച മോള് വരില്ലേ? വരും. ഗംഗ വിളിച്ച എവിടേക്കാണെങ്കിലും ഞാൻ വരും. എന്നാ വാ. ഇവക്കെന്താ വട്ടാണോ? ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി മഹിയേട്ടന്റെ മനസ്സിൽ കയറാന്നായിരിക്കും വിചാരം.
നാശം പിടിച്ചവളെ ആ നഗലിന്റെ കൂടെ ഇറക്കി വിടാൻ ഓർത്തിട്ട് അത് നടക്കുന്നില്ലല്ലോ. നിന്റെ ഒന്നും ഒരു ആഗ്രഹവും നടക്കാൻ ഈ ഗൗരി അനുവദിക്കില്ല. നീയും നകുലും നടത്തുന്ന ചതിപ്രയോഗം ഏത് മാർഗവും ഞാൻ തടഞ്ഞിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്വാതി ഒന്ന് സമ്മതം മൂളിയാ മതി. നമുക്ക് അവളെ എല്ലാ സൗകര്യങ്ങളോടും കൂടി മറ്റൊരിടത്ത് താമസിപ്പിക്കാം. സ്വാതി, ഇവിടെ അമ്മ തുടർന്നാൽ അവളുടെ കഴുത്തിൽ താലി കിട്ടിയത് ഞാനാണെന്നുള്ള തോന്നൽ അവൾക്ക് കൂടി കൂടി വരികയുള്ളൂ. അതെ, അമ്മുന്റെ ആ തോന്നലാ പ്രശ്നം. അങ്ങനെ കരുതി ജീവിക്കുന്ന അവളെ മറ്റൊരു സ്ഥലത്ത് താമസിപ്പിച്ച അവള് കൂടുതൽ വിഷമിക്കല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ മനസ്സ് നേരെ ആവാനാ? സഞ്ജു അത് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ ഇനി അവളെ ഇവിടെ താമസിപ്പിക്കാനാണോ നിന്റെ തീരുമാനം? അതാ നല്ലത്. സഞ്ജു അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വിശ്വസിച്ചോട്ടെ. ചികിത്സ തുടരുമ്പോ എല്ലാം നോർമലാവും. ക്രമേണ ആ തോന്നൽ അമ്മുന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാവും. അതിന് നമ്മുടെ സ്നേഹവും പരിഗണനയാണ് ആവശ്യം, അല്ലാതെ അവളെ ഇവിടെ ഒറ്റപ്പെടുത്തുകയല്ല. സ്വാതി, ഞാൻ പറയുന്നത്... വേണ്ട, ഒന്നും പറയണ്ട. അത് മതി. സഞ്ജു തന്നെ ഒന്ന് ആലോചിച്ച്. ഞാൻ സഞ്ജുവിനെ ഒരുപാട് സ്നേഹിക്കുമ്പോ എന്നെ ഒറ്റപ്പെടുത്തി ഒരു സ്ഥലത്താക്കിയ എനിക്കിവിടെ കഴിയാൻ പറ്റുമോ? അതെനിക്ക് ആലോചിക്കാനേ പറ്റില്ല. പിന്നെയാണോ എന്റെ അമ്മ? സ്വാതിയെ പോലെയാണോ അമ്മ? അല്ലല്ലോ. അതെ, എനിക്ക് എന്റെ അമ്മ എന്നെക്കാൾ പ്രധാനമാ. അതെ, അമ്മ ഇവിടെ എന്നോടൊപ്പം നിൽക്കട്ടെ, ചികിത്സ നടക്കട്ടെ. ക്രമേണ സഞ്ജു അല്ല അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന ബോധം നമുക്ക് അമ്മൂലം ഉണ്ടാക്കിയെടുക്കാം. അമ്മുവാ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതുപോലെ ഞാൻ അവളെ എന്റെ പഴയ അമ്മുവാക്കും. അതെന്റെ കടമയാ. സഞ്ജു അല്ല അവളുടെ കഴുത്തിലെ താലി കെട്ടിയെന്ന ബോധം അവളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് അവളുടെ വിവാഹ ആൽബോ മറ്റു ഫോട്ടോസോ കണ്ടെത്തിയാൽ മതി. അതിനെന്താ വേണ്ടത്? അതാ നമ്മൾ ചെയ്യേണ്ടത്. അതിന് സഞ്ജു എന്നെ സഹായിക്കണം. ചിലപ്പോ നമുക്ക് അമ്മ ജനിച്ചു വളർന്ന നാട്ടിൽ പോവേണ്ടി വരും. അവളുമായി ബന്ധപ്പെട്ട ആ പഴയ ആൾക്കാരെ കണ്ട് സംസാരിക്കേണ്ടി വരും. എന്റെ അമ്മ അവള് വീണ്ടും എന്നെ പഴയതിനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ അനിയത്തി ആവണം. ഇനി എന്റെ ശ്രമം മുഴുവൻ അതിനു വേണ്ടിയാ. എന്റെ അമ്മൂനെ എന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്നതിനെ പറ്റി ഇനി ആരും എന്നോട് പറയരുത്. അതെനിക്കിഷ്ടമല്ല. ഈശ്വര, ഇതാകെ കുഴഞ്ഞൊരു പ്രശ്നമാവല്ലോ. കല്യാണ ആൽബം കണ്ടെത്തിയ വലിയ അപകടത്തിലേക്കാണല്ലോ ഈശ്വര പോകുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി പറഞ്ഞതുപോലെ നല്ലൊരു പയ്യനെ കിട്ടിയ വച്ച് താമസിപ്പിക്കാതെ നിന്റെ വിവാഹം നടത്താം. ഇല്ല, അത് നടക്കില്ല. ഇവളെ ഡിവോഴ്സ് ചെയ്യും, എന്നിട്ട് എന്നെ വിവാഹം കഴിക്കേ. ചേച്ചി, ജാസ്മിൻ കത്തി കയറുകയാണല്ലോ. ഇവളെ ഡിവോഴ്സ് ചെയ്യാൻ. ജാസ്മിൻ,
വിശാൽ സാറ് എന്നെ ഡിവോഴ്സ് ചെയ്യുന്നോ? സാർ അതൊരിക്കലും ചെയ്യില്ല. ഇനി അഥവാ സാർ ഡിവോഴ്സിന് ശ്രമിച്ചാലും ഞാൻ സാറിന് ഡിവോഴ്സ് കൊടുക്കില്ല. അപ്പൊ നീ എന്ത് ചെയ്യും? ജാസ്മിൻ, നീ വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നതാണ് നല്ലത്. എന്തിനാ നടക്കാത്ത സ്വപ്നത്തിന്റെ പുറകെ സഞ്ചരിച്ച് നല്ലൊരു ജീവിതം ഇങ്ങനെ പാഴാക്കി കളയുന്ന? അതുമാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനും കൂടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. വിശാൽ സാറിനോട് ഞാൻ അനുവാദം ചോദിച്ചില്ല. എങ്കിലും വിശാൽ സാറ് എതിർപ്പൊന്നും പറയില്ലെന്നാണ് എന്റെ വിശ്വാസം. ഇന്നു മുതൽ ഞാനും വിശാൽ സാറും 2 മുറിയിലെ കിടപ്പ് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ, എന്തിന് 2 മുറിയിൽ കഴിയണം? ഞങ്ങൾ ഇന്നു മുതൽ ഒരുമിച്ച് ഒരു മുറിയിൽ കഴിയും. എന്താ വിശാൽ സാർ, സാർ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞത് അവിവേകാണോ? ഏയ്, ഒരിക്കലുമല്ല. ഇത്രയും നാളും നീണ്ടുപോയി എന്നുള്ളൊരു വിഷമ എനിക്കിപ്പോ തോന്നുന്നത്. ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു തീരുമാനമെടുത്തല്ലോ, നന്നായി മക്കളെ. അപ്പോ നിങ്ങളുടെ പ്രഥമ രാത്രിക്ക് ആശംസകൾ 2 പേർക്കും. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എത്ര മനോഹരിയാണ് പാർവതി. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഈ ആദ്യ രാത്രി എനിക്ക് നിന്നെ കല്യാണ പുടവയിൽ കാണണം പാർവതി. ഗാർഗി മണിയറ ഒരുക്കുന്നതിന്റെ തിരക്കിലാണല്ലോ. വരണം വരണം, 2 ആളും വരണം. മണിയറ ഒരുക്കങ്ങളൊക്കെ ഗാർഗി സ്വയം ഏറ്റെടുത്തു അല്ലേ? എന്റെ ബ്രോയുടെ ആദ്യ രാത്രിയല്ലേ, അപ്പോ ഈ മണിയറ അലങ്കരിക്കലൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടേ? ഞങ്ങള് നീ ഒരുക്കുന്ന മണിയറ എങ്ങനെയുണ്ടെന്ന് കാണാൻ വന്നതാ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം മോളെ, നന്നായിട്ടുണ്ട്. കൊള്ളാം അല്ലേ പ്രതാപ? കൊള്ളാം.
പെട്ടെന്നായതുകൊണ്ട് അധികം ഒരുക്കങ്ങളൊന്നും നടത്താൻ പറ്റിയില്ല. പാർവതി ഇന്നിങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ആരറിഞ്ഞു? മുൻകൂട്ടി ഈ ആദ്യരാത്രി നിശ്ചയിച്ചിരുന്നെങ്കിലേ ഈ മണിയറ ഞാൻ വളരെ ഗംഭീരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തേനെ. അതെ, വിവാഹം പോലെ തന്നെ പവിത്രമായ ഒന്നാണ് ആദ്യരാത്രി. അതിങ്ങനെ ഇടിപിടിയെന്ന് നടത്താൻ പാടില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പ്രതാപ, അവര് ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞില്ലേ? ദാ മണിയറയെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഇത് പാടില്ല എന്ന് പറയുന്നതില് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, ഞാൻ ഈ ആദ്യരാത്രിയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞു പെരുമാറേണ്ടിയിരുന്നത് വിശാലും പാർവതിയാണ്. പിന്നെ അല്ല, അവർക്ക് ആ ചിന്ത ഇല്ലാത്തിടത്തോളം ചേച്ചി പറഞ്ഞാണ് ശരി. എന്റെ അഭിപ്രായം എന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. അങ്കിളെ, അങ്കിള് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തിനാ വെറുതെ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നേ? കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ടും ബ്രോയും പാർവതിയും ഒരു കാരണവും ഇല്ലാതെ 2 മുറിയിൽ കഴിയാന്ന് വെച്ചാ അത് വിഷമകരമല്ലേ? അതെ, ജീവിതകാലം മുഴുവൻ രണ്ടുപേരും 2 മുറി കഴിയണമെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. അങ്കിളെ, ഏതായാലും അവരുടെ ആദ്യ രാത്രി ഇന്ന് നടക്കും. പിന്നെ നമ്മൾ ഇവിടെ തർക്കിച്ച് നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ബ്രോ വരാൻ നേരമായി. അതിനു മുൻപ് പാർവതിയാണ് ഈ ചുരുക്കി കൊണ്ടുവരട്ടെ. കണ്ടല്ലോ, ദേ മണിയറ അലങ്കരിച്ചു കഴിഞ്ഞു. ഇനി ഏതാനും സമയം കഴിഞ്ഞ വിശാലിന്റെയും പാർവതിയുടെയും ആദ്യരാത്രിയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ സാർ, മനസ്സിലായില്ല? ഓ, ഇന്ത്യൻ പൗരൻ, പൗരന്റെ അവകാശം, അത് പറയാൻ മറന്നു. നിന്റെ ഈ പച്ചക്കറിക്കടയിലെ ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ തിരുവാഭരണം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നുവെന്ന് ഒരു അജ്ഞാത ഇൻഫർമേഷൻ കിട്ടി. ഒന്ന് സെർച്ച് ചെയ്ത് കളയാന്ന് കരുതി വന്നതാണ്. എന്നാ ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ നടപ്പാക്കിക്കോട്ടെ. സർ, ഇത് മനഃപൂർവ്വമാണ്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അത് നീ തീരുമാനിച്ച മതിയോ? ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾക്ക് ചെയ്യണ്ടേ? സെർച്ച്. എന്താ സർ? നിക്കവിടെ.
എന്താടാ ഇത്? സർ എനിക്കറിയില്ല, ആരോ കൊണ്ട് വെച്ചതാ. സത്യമായിട്ട് എനിക്കറിയില്ല സർ. അപ്പൊ വാസുദേവനും ഈ ചെക്കനും ചേർന്നുള്ള പ്ലാനിങ് ഇതൊക്കെ? അയ്യോ അല്ല സർ, സത്യമായിട്ടും അല്ല. മിണ്ടരുത്, ഞാൻ നടക്കങ്ങോട്ട്. സർ, പറയട്ടെ, നടക്കങ്ങോട്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ, എന്താ സംഭവിച്ചേ? എല്ലാം പിന്നെ പറയാച്ച. ആരോ നമ്മളെ മനഃപൂർവ്വം ചതിച്ചതാച്ച. എന്റെ കൃഷ്ണ, എന്നോട് എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്ത്? സമയം ഇത്രയായിട്ടും അഖിലിനെയും കാണാനില്ലല്ലോ. വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ട് അഖിലേട്ടൻ വരൂ. ആ പാവം അതിനുവേണ്ടി ഓടി നടക്കുക. അപ്പൊ ആരാ നോക്കിയേ? ശ്യാമേച്ചിയാ. ശ്യാമയോ? ഞാൻ സംസാരിക്കാം. അവൾ അന്യദേശത്ത് നിൽക്കുക. വിഷമമുള്ളതൊന്നും അറിയിക്കണ്ട. ഹലോ മോളെ. ആ അമ്മ, അച്ഛനെ പോലീസ് വിട്ടോ? അഖിൽ സാറിനെ വിളിച്ചു. സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ആ ഇപ്പൊ വിടും മോളെ. കൂട്ടിക്കൊണ്ടുവരാൻ അക്കിമോൻ പോയിട്ടുണ്ട്. എന്റെ മോള് വിഷമിക്കണ്ട. അച്ഛന്റെ വിവരങ്ങളൊന്നും അറിയാതെ ഞാൻ ടെൻഷനിലായിരുന്നു. ആ മോളെ, അവിടെ പ്രോഗ്രാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അച്ഛനോർത്തുള്ള വിഷമം ഉണ്ടായിരുന്നെങ്കിലും എന്തോ പാടി തുടങ്ങിയപ്പോ ഞാൻ ദുഃഖങ്ങളൊക്കെ മറന്നുപോലെ തോന്നി. ഞാൻ അറിയാതെ കൃഷ്ണഭക്തിയിൽ ലയിച്ച് അറിയാതെ ഒരു മയിൽപ്പീലി തുണ്ടുപോലെ ഇങ്ങനെ ഒഴുകി നടക്കായിരുന്നു അമ്മ. നന്നായി. മോൾക്ക് സാക്ഷാൽ കണ്ണന്റെ സന്നിധിയിൽ പാടാൻ പറ്റിയല്ലോ. അത് തന്നെ വലിയ കാര്യം. അഖിൽ സാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കണ്ണന്റെ അമ്പാടിയൊക്കെ കാണായിരുന്നു. അങ്ങനെയാ സാർ യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. സാരമില്ല. അഖിൽ സാറും അച്ഛനും അമ്മയും അപ്പവും എല്ലാവർക്കും കൂടി ഒരിക്കൽ കൃഷ്ണന്റെ പുണ്യഭൂമിയിലൊന്ന് പോണം. അമ്മ ശരിയെന്നാ. ഇന്ന് രാത്രിയാ അങ്ങോട്ടേക്ക് പുറപ്പെടുന്ന ഫ്ലൈറ്റ്. ഞാൻ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് എത്തും. ശരി മോളെ. ആ അമ്മ, പിന്നെ അഖിൽ സാറും അച്ഛനും ഇപ്പൊ തന്നെ വരുമല്ലോ അല്ലേ? ഞാനപ്പോ വിളിക്കാം. വിശേഷം പറയണേ. പറയാം മോളെ. ആ പിന്നെ അപ്പുവിനോട് ഞാനിങ്ങനെ ഉണ്ണിക്കണ്ണന്റെ ലോക്കറ്റ് വാങ്ങിയിട്ടുണ്ടെന്നൊന്ന് പറയണേ. ശരി മോളെ. ആ ഓക്കെ അമ്മേ, എന്നാ നാളെ കാണാം. പാവം, തിരിച്ചു വരുന്നത് വരെയെങ്കിലും സന്തോഷായിട്ടിരിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രസാദേട്ടൻ എന്തി വരുന്നുണ്ടോ? ഇല്ല, ഞാൻ കൊറേ വിളിച്ചു. അവന് തലവേദനയാ, അത്താഴം വേണ്ടാന്ന്. വിഷമായോ? സാരയില്ല, ജോലിയുടെ ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ തലവേദനയാവും. ഇത്തരം സാഹചര്യങ്ങളിൽ അവർ ഏറെ ആഗ്രഹിക്കുന്നത് ഭാര്യമാരുടെ സാന്നിധ്യമാ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ല. ഇങ്ങനൊരു മണ്ടി. എന്റെ മോളെ, നീ ആ റൂമിൽ ചെന്ന് ബാമു എടുത്ത് മുകളിലേക്കൊന്ന് ചെല്ല്. അവിടെ നിപ്പുണ്ട് പ്രസാദ്. സ്നേഹത്തോടെ എന്തെങ്കിലും സംസാരിച്ച് ഇത്തിരി ബാമൊക്കെ പുരട്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവാ.
നീ വിളിച്ച പ്രസാദിന് വരാതിരിക്കാൻ പറ്റുമോ? എന്താ ഇത്ര ആലോചിക്കാൻ? ബാമു എടുത്തോണ്ട് ചെല്ലു മോളെ, ചെല്ല് ചെല്ല്. ക്ഷമിക്കണേ രാധേ, നിന്നെ മാത്രമേ സ്നേഹിക്കുമെന്ന് വാക്ക് തന്നിട്ട് ഒരു നിമിഷത്തേക്കെങ്കിലും മനസ്സ് പതറിപ്പോയതിന് എന്നോട് ക്ഷമിച്ചേക്കണേ. പ്രസാദേട്ടാ, തലവേദനയായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ? സാരമില്ല, ഈ ബാം പുരട്ടിക്കോ, വേഗം മാറിക്കോളും. ഞാൻ പുരട്ടിത്തരാം. വേണ്ട, എന്തെങ്കിലും മരുന്ന് ചെയ്യാതിരുന്ന തലവേദന കൂടുകയുള്ളൂ. ബാം പുരട്ടിയിട്ട് ഇത്ര ആവി കൂടി കൊണ്ടാ മതി. ഞാനല്ലേ പറയുന്നേ, ദാ തേക്ക്. വേണ്ടെന്ന് ഒരു കാര്യം ഒരു തവണ പറഞ്ഞ നിനക്കെന്ന് മനസ്സിലാവില്ല. പുറകെ നടന്നിങ്ങനെ താലോലിക്കാൻ ഞാനെന്താ കൊച്ചുകുട്ടിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അതോ പതിയെ ഞാനെല്ലാം മറന്ന് നിന്റെ ഭർത്താവായിട്ട് മാറുമെന്ന് കരുതുന്നുണ്ടോ? നിന്റെ കഴുത്തി കിടക്കുന്ന താലിക്ക് അത് കൊരുത്തിട്ടിരിക്കുന്ന ചരടിന്റെ പോലും വിലയില്ലെന്ന് ഓർമ്മ വേണം. അത്രയും വിലയും സ്ഥാനമോ ഭാര്യ എന്ന നിലയിൽ എന്റെ ജീവിതത്തിൽ നിനക്കില്ല. ഞാനതിനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എല്ലാം ഒരു വേഷം കെട്ട് മാത്രമാണെന്ന് എനിക്കല്ലേ നന്നായിട്ട് അറിയാവുന്നത്. അതെ, ആരതിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ നീ വേഷം കെട്ടി. മുരളിക്ക് വേണ്ടി ഞാനും. അന്യരാ നമ്മള്. അതിനപ്പുറം ഒരു ഭാര്യയുടെ അടുപ്പമോ പരിചരണമോ അവകാശമായോ എന്റെ മുമ്പിൽ നീ വന്ന് നിൽക്കരുത്. എനിക്ക് വിശക്കുമ്പോ ഞാൻ ഭക്ഷണം കഴിക്കും, ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോ മരുന്നും കഴിക്കും. ഇതിനൊന്നിനും വേണ്ടി എന്നെ ക്ഷണിക്കാനോ എന്റെ മുമ്പിൽ പ്രേമപ്രകടനം നടത്താനോ നീ വരണ്ട, പ്ലീസ്. എന്റെ മുമ്പിൽ നിന്ന് എന്തിനാ കരയുന്നേ? ഞാൻ കാര്യോ പറഞ്ഞത്, അത് മനസ്സിലാക്കി പെരുമാറുക വേണ്ടത്. ഇവിടുന്ന് ഒന്ന് പോയി തന്നാ എനിക്ക് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മതി, കുറച്ചു മതി. അല്ല, താൻ കഴിക്കുന്നില്ലേ? പ്രസാദേട്ടൻ കഴിച്ചോ? വിളമ്പിത്തരണ്ടേ? ഞാൻ അത് കഴിഞ്ഞിട്ടിരുന്നോളാം. അത് വേണ്ട, എന്റെ കൂടെ ഇരുന്നാ മതി. എങ്കിൽ ഞാൻ വിളമ്പിയിട്ടിരുന്നോളാം. തനിക്ക് മാത്രമല്ല, എനിക്കും അറിയാം വിളമ്പാൻ. ഇരിക്കും. കുറച്ചു മതി. പ്രസാദേട്ടിന് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ? ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഉഗ്രൻ കറികൾ കൂടെ ആയപ്പോ ഞാൻ ശരിക്കും കഴിച്ചു. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പ്രസാദേട്ടനും കൂടി വന്നിരുന്നു. അതല്ലേ സത്യം? എനിക്ക് പ്രസാദേട്ടനെ നന്നായിട്ട് അറിയാം, കൈവെള്ളയിലെ രേഖ പോലെ. വെറുതെ പറഞ്ഞതല്ല. പ്രസാദേട്ടന്റെ ഓരോ മാറ്റവും ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്ന ആളാ ഞാൻ. പക്ഷേ
എന്നിട്ടും പലപ്പോഴും പ്രസാദേട്ടൻ എനിക്ക് പിടിതരാതെ നടക്കുക. എന്തുകൊണ്ടാ അതെന്ന് ആലോചിച്ചിട്ട് ഒരു രൂപവും കിട്ടുന്നില്ല. അതൊക്കെ അഞ്ജലിക്ക് വെറുതെ തോന്നുന്നത്. അല്ല, അല്ലാന്ന് എനിക്കും അറിയാം, പ്രസാദേട്ടനും അറിയാം. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാമോ? എന്ത് കാര്യം? രാവിലത്തെ മൂഡ് ഓഫിന്റെയും ടെൻഷന്റെയും കഥ കള്ളക്കഥയല്ലേ? ഇതുവരെയും ഞാൻ കാണാത്തൊരു മുഖമായിരുന്നു ഇന്നത്തെ പ്രസാദേട്ടന്റെ മുഖം. മനസ്സില് പ്രസാദേട്ടന് ഞാൻ വലിയ സ്ഥാനമായിരുന്നു തന്നിരുന്നത്. അടുപ്പവും ബഹുമാനവും മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ എന്നിട്ടും പ്രസാദേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടു, വല്ലാത്ത രീതിയിൽ ശകാരിച്ചു. അതിനർത്ഥം ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്ന് തന്നെയാ. അങ്ങനൊന്നുമില്ല. ഉണ്ട്, എനിക്കറിയാം. എന്തായാലും തുറന്നു പറയാം. നാളെ അതേ തെറ്റ് ആവർത്തിച്ച് പ്രസാദേട്ടന്റെ മുൻപിൽ കുറ്റക്കാരിയാവാൻ എനിക്കിഷ്ടമല്ല. ഒരു വാക്ക് കൊണ്ടുപോലും പ്രസാദേട്ടൻ എന്നെ നോവിച്ചാ അത് ഞാൻ സഹിക്കില്ല. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്, അത്രയൊക്കെ പറയാൻ മാത്രം എന്ത് കുറ്റമാ ഞാൻ ചെയ്തത്? ഒന്നുമില്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞില്ലേ, പിന്നെന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ? ചോദിക്കും, ശരിയായ ഉത്തരം കിട്ടുന്നതുവരെ ഞാൻ ചോദിക്കും. കാരണം അത്രയ്ക്ക് വിഷമിച്ചു, സങ്കടപ്പെട്ടു ഞാൻ. അതെന്ത് കാരണം കൊണ്ടാണെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? പറ പ്രസാദേട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.